നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ഗോളാന്തര വാർത്തകൾ ചുരുക്കത്തിൽ. ഇറാനിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. ടെഹ്റാനിൽ സ്ഫോടന ശബ്ദം കേട്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം. നേരത്തെ ഇസ്രായേൽ ആക്രമിച്ചതിന് ഇറാൻ തിരിച്ചടി നൽകിയിരുന്നു. ഇറാൻ ഡ്രോൺ ആയുധ ശേഖരത്തിലെ ഏറ്റവും മാരകമായ ഒന്നാണ് ഷാഹിദ് ഡ്രോണുകൾ. തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള ഇറാനിയൻ നഗരങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പ്രതികാരമായി ഇറാൻ 100-ലധികം ഷഹദ് 136 ഡ്രോണുകൾ ഇസ്രായേലിനെതിരെ വിക്ഷേപിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച പുലർച്ചെ ഇറാനിയൻ മണ്ണിൽ നടന്ന മാരകമായ വ്യോമാക്രമണത്തിന് ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ സൈന്യം പ്രതിജ്ഞയെടുത്തതായി ഇറാനിയൻ സ്റ്റേറ്റ് ലിങ്ക്ഡ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആക്രമണം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷം പ്രതികാര നടപടിയെടുക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി മൗനം വെടിഞ്ഞു. എക്സിലെ ഒരു പോസ്റ്റിൽ ഇറാൻ സൈന്യം രക്തത്തിന് പകരം രക്തം എന്നെഴുതി. ശനിയാഴ്ച ടെൽ അവീവിൽ 1-ലധികം സ്ഫോടനങ്ങൾ ഉണ്ടായി. ഇസ്രായേലി നഗരത്തിന്റെ ആകാശത്ത് വലിയ പുകപടലങ്ങൾ നിറഞ്ഞതായും നഗരത്തിലുടനീളം സൈറനുകളുടെ ശബ്ദം മുഴങ്ങിയതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടെൽ അവീവിലെ പ്രധാന പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് ഇറാനിൽ നിന്ന് 1-ലധികം ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. ടെഹ്റാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിന് പ്രതികാരമായി ഡിമോണയിലെ ഇസ്രായേലി ആണവ കേന്ദ്രം തങ്ങളുടെ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിച്ചതായും ഇറാൻ അവകാശപ്പെട്ടു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ തട്ടിക്കൊണ്ടുപോകൽ വർദ്ധിച്ചതിനെ തുടർന്ന് ബലൂചിസ്ഥാനിലുടനീളമുള്ള വ്യത്യസ്ത സംഭവങ്ങളിലായി കുറഞ്ഞത് 5 ബലൂച്ച് പുരുഷന്മാരെ കാണാതായതായി ദി ബലൂചിസ്ഥാൻ പോസ്റ്റ് TBP റിപ്പോർട്ട് ചെയ്യുന്നു. 2025-ൽ ബലൂചിസ്ഥാനിൽ നിർബന്ധിത തിരോധാനങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതായി പ്രാദേശിക മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നു. എന്നാൽ പ്രതികാര നടപടികളെ ഭയന്ന് പല കുടുംബങ്ങളും മൗനം പാലിക്കുന്നു. പല കേസുകളിലും മാധ്യമങ്ങളുമായി ആശയവിനിമയം നടത്തരുതെന്ന് അവരോട് പറയപ്പെടുന്നു. കൂടാതെ പ്രാഥമിക റിപ്പോർട്ടുകൾ പലപ്പോഴും വൈകാറുണ്ടെന്നും TBP റിപ്പോർട്ട് പറയുന്നു. നിർബന്ധിത തിരോധാനങ്ങളിൽ പങ്കില്ലെന്ന് പാകിസ്ഥാൻ അധികൃതർ പതിവായി പറയുന്നുണ്ട്. ജൂൺ 2-ന് ഇസ്താനാംബുളിൽ നടന്ന സമാധാന ചർച്ചകളിൽ 1000 യുദ്ധ തടവുകാരെ വീതവും മൃതദേഹങ്ങളും കൈമാറുന്നതിനുള്ള കരാർ റഷ്യയും ഉക്രൈനും നടപ്പാക്കാൻ തുടങ്ങി. പട്ടാളക്കാർ വീട്ടിലേക്ക് മടങ്ങുകയും പ്രിയപ്പെട്ടവരെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന സന്തോഷകരമായ ദൃശ്യങ്ങൾക്കൊപ്പം ഹസ്ബത്ത് സൂട്ടുകൾ ധരിച്ച പുരുഷന്മാർ റെഫ്രിജറേറ്റഡ് ട്രക്കുകളിൽ നിന്ന് ബോഡി ബാഗുകൾ മാറ്റുന്നതിന്റെ ഭയാനകമായ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എയർ ഇന്ത്യ ജെറ്റ് ലൈനിന്റെ മാരകമായ അപകടത്തെ തുടർന്ന് ബോയിങ്ങും GE എയറോസ്പേസും പൊതുപ്രവർത്തനങ്ങൾ കുറയ്ക്കുന്നു. വിമാന നിർമ്മാതാവിന്റെ CEO അടുത്തയാഴ്ച പാരീസ് എയർ ഷോയിലേക്കുള്ള യാത്ര റദ്ദാക്കുകയും GE നിക്ഷേപക ദിനം മാറ്റിവെക്കുകയും ചെയ്തു. വിസ തട്ടിപ്പിൽപ്പെട്ട് സൊമാലിയയിലേക്ക് കൊണ്ടുപോകവേ തമിഴ്നാട്ടുകാർ രക്ഷപ്പെട്ടത് അതിസാഹസികമായി. മീൻപിടുത്ത ജോലിക്കായി ബഹ്റൈനിലെത്തിയ ശേഷം ഉരുവേൽ കയറ്റി കൊണ്ടുപോകവെയാണ് 3 പേർ അതിസാഹസികമായി രക്ഷപ്പെട്ടത്. തമിഴ്നാട് കടലൂർ സ്വദേശികളായ വേദാചലം നടരാജൻ, അജിത് കനകരാജ്, ഗോവിന്ദരസു രാജ എന്നിവരാണ് രക്ഷപ്പെട്ടത്. ഇസ്രായേൽ-ഇറാൻ സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ ഇരു രാജ്യങ്ങളും വ്യോമപാത അടച്ചതിനാൽ വിവിധ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ അവതാളത്തിലായി. സൗദിയിൽ മാത്രം 17 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. സൗദിയിൽ നിന്നുള്ള വിമാനയാത്രക്കാർക്ക് നിർദ്ദേശവുമായി രാജ്യത്തെ വിമാനത്താവളങ്ങൾ. യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനു മുമ്പ് ബന്ധപ്പെട്ട എയർലൈനുകളുമായി നേരിട്ട് ആശയവിനിമയം നടത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. മേഖലയിലെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് സർവീസുകൾ റദ്ദാക്കിയ സാഹചര്യത്തിലാണ് നിർദ്ദേശം. ഒമാനിലെ യാങ്കുളിയിൽ മുന്തിരി വിളവെടുപ്പിന് ഔദ്യോഗിക തുടക്കമായി. ഓഗസ്റ്റ് ആദ്യം വരെ നീണ്ടു നിൽക്കുന്ന സീസണിനാണ് ദാഹിറ ഗവർണറേറ്റിലെ യാങ്കുൾ വിലായത്തിൽ തുടക്കമായത്. രുചിയും ഉയർന്ന ഗുണനിലവാരവും കാരണം പ്രാദേശിക വിപണികളിൽ നല്ല ഡിമാൻഡായിരിക്കുകയാണ് യാങ്കുളിലെ മുന്തിരിക്ക്. ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെഷെസ്കിയാന്റെയും പരമോന്നത നേതാവ് അലി ഖമനേയിയുടെയും വസതികൾ സ്ഥിതി ചെയ്യുന്ന ടെഹ്റാനിലെ പാസ്റ്റർ പരിസരത്ത് ഇസ്രായേൽ ആക്രമണം നടത്തിയതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിന് മറുപടിയായി പ്രദേശത്തെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിർത്താതെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാൻ 2 ഇസ്രായേലി ജെറ്റുകൾ വെടിവെച്ചിട്ടതായും ഒരു പൈലറ്റിനെ പിടികൂടിയതായും ചില ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് അത് ശരിയല്ലെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു. കാനഡയിൽ താമസിക്കുന്ന ഒരു പാകിസ്ഥാൻ പൗരനെ ഈ ആഴ്ച അമേരിക്കയിലേക്ക് നാടുകടത്തി. ഐസിസ് പ്രചോദിതമായ ഒരു കൂട്ട വെടിവെപ്പ് ആസൂത്രണം ചെയ്തതിന് കുറ്റം ചുമത്തി. ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണത്തിന്റെ 1-ാം വാർഷികത്തിൽ ആക്രമണം നടത്താൻ US-ലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ വർഷം അറസ്റ്റിലായത്. ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിനായി ഖാൻ ഉപയോഗിച്ചിരുന്ന എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജ് ആപ്പുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഗൂഢാലോചന കണ്ടെത്തിയത്. ഈ ആപ്പുകൾ ഇയാളുടെ ആസൂത്രണത്തിലും ഒടുവിൽ പിടികൂടലിനും നിർണായക പങ്ക് വഹിച്ചതായി റിപ്പോർട്ടുണ്ട്. ബ്രിട്ടന്റെ ചാൾസ് രാജാവിന്റെ വാർഷിക ട്രൂപ്പിംഗ് ദി കളർ ജന്മദിന പരേഡിൽ ഭേദഗതികൾ വരുത്തിയ ശേഷം അഹമ്മദാബാദിൽ ലണ്ടൻ എയർ ഇന്ത്യ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ സ്മരണയ്ക്കായി ശനിയാഴ്ച 1 നിമിഷം മൗനമാചരിക്കും. ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം.